ഇത് എടുക്കാനും തിരിച്ചു വെക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ ചാർജിങ് എല്ലാം സെറ്റപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഈസിയാണ്. മെറ്റൽ പാർട്സ് എല്ലാം നല്ല ക്വാളിറ്റിയിലാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ലോക്ക് ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ടാണ് ഇത് തുറക്കുന്നത്. ഡിസ്പ്ലേയിൽ ആക്ച്വലി ഈ 2 മോഡ്സ് മാത്രമേ ഉള്ളൂ, ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ്. ഇക്കോ മോഡിലാണെങ്കിൽ വിത്ത് പില്ലിയൻ എനിക്കൊരു നമ്മൾ ഏത്തർ അല്ലെങ്കിൽ ഓലായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ഈസിയർ ഓപ്പറേഷൻ അല്ല ഇത്. നമ്മൾ ഇടയ്ക്കാണെങ്കിലും രജിസ്ട്രേഷൻ ചാർജ് വളരെ കുറവായതുകൊണ്ട് ആക്ച്വലി 4 റൈഡിംഗ് മോഡ് ഉണ്ട്. പെർഫോമൻസിന് ഞാൻ ഹാപ്പിയാണ്. ഇതിലെല്ലാം വെള്ളം കയറുന്നുണ്ട്, തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഔട്ട് ഓഫ് 10 എത്ര റേറ്റ്? ഞാൻ ഒരു എല്ലാവർക്കും വിഡ V1 പ്രോയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആനന്ദാണ്. ആനന്ദ് ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ഹലോ ആനന്ദ്, വെൽക്കം. ഈ വിഡ V1 പ്രോ എന്ന് പറയുന്ന സ്കൂട്ടർ അധികം ആൾക്കാർക്ക് ഡെലിവറി ചെയ്തിട്ടില്ല. അപ്പം ആനന്ദ് ഓൾറെഡി എന്നോട് പറഞ്ഞതുപോലെ ആദ്യത്തെ ബാച്ചിൽ കിട്ടിയിരിക്കുന്ന വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ ഇത്രയും ദിവസം യൂസ് ചെയ്തതിൻ്റെ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് നമ്മുടെ വ്യൂവേഴ്സായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. അതെ, ആക്ച്വലി ഞാൻ ഇത് ബുക്ക് ചെയ്തത് ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു മാർച്ച് ഏപ്രിൽ എൻഡോടുകൂടി ഡെലിവറി കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ഡിസംബർ 3rd വീക്കിൽ എനിക്കൊരു മെയിൽ വന്നു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ 1 വീക്കിനുള്ളിൽ ഡെലിവറി കിട്ടുന്നത്. അപ്പം അന്നൊരു ഓഫർ ഉണ്ടായിരുന്നു, ഒരു ക്രെഡിറ്റ് കാർഡിൽ നോ കോസ്റ്റ് EMIയുടെ. അപ്പോൾ അതെല്ലാം കാരണം ഞാൻ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യായിരുന്നു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്. പിന്നെ ഡിസംബർ 30th എനിക്ക് ഡെലിവറി കിട്ടിയത്. അപ്പോൾ അന്ന് ഒരു 2 ദിവസം, ഒരാഴ്ച മുന്നേ തന്നെ എനിക്ക് കോൾസ് വരാൻ തുടങ്ങി ഡോക്യുമെൻറ്റ്സ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി. പിന്നെ അതെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പം അവർ പറഞ്ഞു 30th ഡെലിവറി സ്ലോട്ടെല്ലാം അവർക്ക് അലോട്ട് ചെയ്ത് തന്നു. പിന്നെ ഞാൻ പോയി, അവരുടെ എക്സ്പീരിയൻസ് സെൻറ്റർ ഉണ്ടായിരുന്നു UB സിറ്റിയുടെ അടുത്ത്. അപ്പോൾ അവിടെ പോയ ഉടനെ തന്നെ എനിക്ക് ടോക്കൺ നമ്പറെല്ലാം കിട്ടി. ജസ്റ്റ് ഒരു 5 minutes വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അതിനുള്ളിൽ അവരെല്ലാ പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവരെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി. എനിക്കൊന്ന് മാക്സിമം ഒരു 20 minutesൻ്റെ ഉള്ളിൽ ഡെലിവറി കംപ്ലീറ്റ് ആയിരുന്നു. ഒരുപാട് ആളുണ്ടായിരുന്നു അന്ന്. ഫസ്റ്റ് ഡേ ഡെലിവറി ആയിരുന്നു, ഇന്ത്യയിലെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു അന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ എല്ലാ വർക്കും കഴിഞ്ഞു. അപ്പം ഡെലിവറിയുടെ കാര്യത്തിൽ ഹാപ്പി ആയിരുന്നു? ഡെലിവറി ഹാപ്പി ആയിരുന്നു. അപ്പം വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ നല്ല വശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതെ. അപ്പം എത്ര കിലോമീറ്റർ ടോട്ടൽ ഓടിയിട്ടുണ്ട് ഇപ്പോൾ? ഇതുവരെ ഏകദേശം ഒരു 580 kilometers ഓടിയിട്ടുള്ളൂ, അധികം ഓടിയിട്ടില്ല. ആക്ച്വലി ഞാൻ എൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ സ്റ്റാർട്ടിങ് മുതലാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ യൂസ് ചെയ്യാൻ പോകാമെന്ന്. ഇനി അത് ഇപ്പോൾ കുറച്ച് എനിക്ക് വേറെ വണ്ടികളുണ്ട്, അതും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇടയ്ക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളൂ. എനിക്ക് ഞാൻ അവഞ്ചറാണ് യൂസ് ചെയ്യുന്നത്. അവഞ്ചർ 220 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് പ്രിഫർ ചെയ്യാനുള്ള ഒരു റീസൺ പറയാമോ? വേറെ ഒരുപാട് ഇപ്പോൾ നിലവിൽ ഏതർ, ഓല അങ്ങനെയുള്ള ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ടല്ലോ. അതെ. അപ്പം വിഡ V1 പ്രോ എന്ന് പറയുന്ന ഒരു സ്കൂട്ടർ തന്നെ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ? അത് കുറച്ച് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഹീറോ മോട്ടോകോപ്പിൻ്റെ ഒരു വണ്ടിയാണ്. അപ്പോൾ ഏതറിലും മെയിൻ ഇൻവെസ്റ്ററാണ് ഹീറോ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ ഒരുപാട് ടെസ്റ്റ് റൈഡ്സ് ഉണ്ട്, മീൻസ് ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോസ് കുറേ ലീക്കായിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്രോട്ടോടൈപ്സ് കുറേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എത്ര റൈഡിംഗ് മോഡ്സ് ഉണ്ട് നമുക്ക്? ആക്ച്വലി 4 റൈഡിംഗ് മോഡുണ്ട്. ഈക്കോ, റൈഡ്, പിന്നെ സ്പോർട്ട്, പിന്നെ കസ്റ്റം മോഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ റീജിയൻ മോഡ്സും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ടോപ്പ് സ്പീഡ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് എങ്ങനെയാണ്? പെർഫോമൻസിന് ഞാൻ ഹാപ്പിയാണ്. ആക്ച്വലി ഈക്കോയിൽ തന്നെ അത്യാവശ്യം നമുക്ക് നോർമൽ ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഈക്കോ മോഡിൽ തന്നെ. പക്ഷേ മാക്സിമം 50 kilometer സ്പീഡ് വരുന്നത്. പിന്നെ റൈഡിൽ പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 65. റൈഡിൽ ഞാൻ അധികം ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ സ്പോർട്സ് മോഡിലാണെങ്കിൽ 80 വരെ പോകും. റൈഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ജെർക്കിങ് പോലെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതോ സ്മൂത്ത് ആയിട്ടാണോ റൈഡ് ചെയ്യുന്നത്? ആക്ച്വലി ഈക്കോ മോഡിൽ വളരെ ലീനിയർ ആയിട്ടാണ് പോകുന്നത്. അതായത് നമുക്ക് ഒരു ഓവറായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പിന്നെ ഓവറായിട്ട് സ്ലോ ആവുന്ന, അതായത് ആക്സിലറേഷനിൽ എന്തെങ്കിലും വ്യത്യാസം അങ്ങനെയൊന്നും തോന്നുന്നില്ല. വളരെ സ്മൂത്തായിട്ട് പോകും. അതായത് നോർമൽ റോഡിലാണെങ്കിൽ ഈവൻ കുറച്ച് കയറ്റം കയറാനുണ്ടെങ്കിലും ഈസി ആയിട്ട് കയറുന്നുണ്ട്, വലിയ ഇഷ്യൂസ് ഉണ്ട് വിത്ത് പില്ലിയൻ. അപ്പോൾ പില്ലിയൻ ഇപ്പോൾ ഒരു ആവറേജ് വെയിറ്റ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഓടിക്കുന്ന സമയത്ത് എത്രത്തോളം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഞാനും വൈഫും മോളും കൂടിയിട്ട് ഒരു 150 kg വരും, ഓൾമോസ്റ്റ്
150 kg വരെ വലിയ ഇഷ്യൂസ് ഇല്ല. ഈവൻ കയറ്റം കയറുമ്പോഴും വലിയ മീൻസ് ടോപ്സ് ഒരു മാക്സിമം ഒരു 25-30 കിലോമീറ്റർ വരെ സ്പീഡിൽ കയറുന്നുണ്ട്. അതിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിലും പിക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇനി ഇതിൻ്റെ കംഫർട്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിൻ്റെ കംഫർട്ടും അതുപോലെ സസ്പെൻഷൻ്റെ ഒരു ഫീഡ്ബാക്കും ഒക്കെ എങ്ങനെയാണ്? സീറ്റ് ഒരു ഓവർ സോഫ്റ്റും അല്ല ഓവർ ഹാർഡും അല്ല, ഒരു മീഡിയം സോഫ്റ്റാണിത്. കംഫർട്ടിൽ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. സസ്പെൻഷൻ കുറച്ചൊരു സ്റ്റിഫറാണ്, പക്ഷേ കുഴപ്പമില്ല, മാനേജ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം ചാർജ് ചെയ്യാനായിട്ട് വേണ്ടി വരും? ആക്ച്വലി 0 to 100 ഒരു 5% ഒക്കെ ആകുമ്പോൾ തന്നെ ചാർജ് ചെയ്തിട്ടുണ്ട്. 5 to 100 ഏകദേശം ഒരു 7 hours 7.5 hours എടുക്കും വീട്ടിൽ ചാർജ് ചെയ്യാൻ. നോർമൽ സോക്കറ്റിൽ 5 amps ചാർജ് ആവും. അതിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 7.5 hours മാക്സിമം എടുക്കും. ഓക്കെ, നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ വരെ ഇതിൻ്റെ ഒരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആക്ച്വലി ഈക്കോ മോഡലാണെങ്കിൽ വിത്ത് പില്ലിയൻ എനിക്കൊരു 90 വരെ കിട്ടിയിട്ടുണ്ട്. വിതൗട്ട് പില്ലിയൻ ആണെങ്കിൽ ഞാൻ മാക്സിമം 105 വരെ കിട്ടിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഓടിക്കണം. വിത്ത് റീജൻ എല്ലാം നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് 105 മുകളിൽ കിട്ടും. ഓക്കെ, അപ്പം കിലോമീറ്റർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ വലിയ തിരക്കേടില്ലാത്തൊരു റേഞ്ച് കിട്ടുന്നില്ല, മാനേജബിൾ ആണ്. സിറ്റി റൈഡിൽ നമുക്കിപ്പോൾ നൈറ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി വലിയ മോശമില്ല, എക്സലൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ, എബവ് ആവറേജ് ആണ്, മാനേജബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ മോഡലും നമുക്ക് എത്രത്തോളം സ്പീഡ് മാക്സിമം ടോപ്പ് സ്പീഡ് കിട്ടിയിട്ടുണ്ട്? ഈക്കോ മോഡിൽ ഏകദേശം 50 ആണ് അവർ പറയുന്നത്, പക്ഷേ 53 വരെയൊക്കെ പോകും. അതിനുശേഷം ലോക്ക്ഡൗൺ അവിടെ, അതിൽ കൂടുതൽ എങ്ങനെ പോയാലും അത് കയറില്ല. പിന്നെ റൈഡ് മോഡിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് 60 ആണെന്ന് തോന്നുന്നുണ്ട്, കാരണം റൈഡിൽ അധികം ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ സ്പോർട്ടിൽ 80 വരെ പോകുന്നുണ്ട്, പക്ഷേ 70 to 80 കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും 80 ടോപ്പ് സ്പീഡ് ഉണ്ട്. സോ ഈ വെഹിക്കിൾ വാറണ്ടി ഒക്കെ എത്രത്തോളം വരുന്നുണ്ട്? ബാറ്ററി അതുപോലെ മോട്ടോർ അങ്ങനെയുള്ള വാറണ്ടി 3 years ആണെന്ന് തോന്നുന്നു ബാറ്ററിക്ക്. പിന്നെ മോട്ടറിന് എനിക്ക് കൂടുതലുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല, 5 years ആണെന്ന് തോന്നുന്നു വാറണ്ടി. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ബാംഗ്ലൂരിൽ എത്ര കൊടുക്കേണ്ടി വന്നു? ആക്ച്വലി ഓൺ റോഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ റൂം എന്ന് വളരെ എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ചാർജ് വളരെ കുറവായതുകൊണ്ട് അധികം ഇല്ല. 1.59 ആണ് എക്സ്ട്രാ റൂം പറയുന്നത്. പിന്നെ ഒരു 700 rupees രജിസ്ട്രേഷൻ വരുന്നുണ്ട്, പിന്നെ പ്ലസ് ഇൻഷുറൻസ് ചാർജസ് എല്ലാം കൂടി ഒരു 1.65-66 കിട്ടും. സോ സബ്സിഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണിത്. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആക്ച്വലി സ്പോർട്സ് മോഡ് നല്ല സ്പോർട്ടിയാണ്. ആക്ച്വലി ഓൾമോസ്റ്റ് ഏത്തറിൻ്റെ അത്ര വരില്ല, എന്നാലും ഒരു 1 step താഴെയാണെങ്കിലും ഓക്കെയാണ്, മാനേജബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റും വീടിൻ്റെ ഉള്ളിലേക്ക്. 2 സെപ്പറേറ്റ് ബാറ്ററി ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ ഈവൻ ഈക്കോ മോഡിലും അത്യാവശ്യം നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട്, വലിയ മോശമില്ലാതെ രണ്ടാൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്നതെല്ലാം ഈക്കോ മോഡിലുണ്ട്. ആക്ച്വലി മീറ്റർ കൺസോൾ എല്ലാം നല്ല വിസിബിളാണ്, വലിയ വെയിലത്താണെങ്കിലും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് വിസിബിളാണ്. പക്ഷേ അതിൽ മാപ്സ് ഇല്ല, പ്രീലോഡഡ് ആയിട്ട് മാപ്സ് ഇല്ല. പിന്നെ വി ഹാവ് ടു കണക്ട് ദ മൊബൈൽ. ടേൺ ബൈ ടേൺ നാവിഗേഷനാണ്, പക്ഷെ അത് ഞാൻ ട്രൈ ചെയ്തപ്പം കുറച്ച് അത്ര കറക്റ്റായിട്ട് തോന്നിയില്ല, കാരണം ഇടയ്ക്ക് ചില സമയത്ത് ഡിസ്കണക്ട് ആവുന്നുണ്ട് ഫോൺ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഇവിടെ അധികം ദൂരെ ഒന്നും പോകാത്തതുകൊണ്ട് അധികം ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തൊക്കെ ഇഷ്യൂസാണ് ഇതുവരെ ആനന്ദ് ഫേസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫൈബർ പാർട്സിൻ്റെ ക്വാളിറ്റി അത്ര ഒരു നമുക്ക് സാറ്റിസ്ഫാക്ടറി അല്ല, കാരണം പലതും വളരെ ഫ്ലെക്സിബിളാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇതിങ്ങനെ കുറച്ച് ഫ്ലെക്സിബിളാണ്. അതേപോലെ അതിൻ്റെ ഒന്നും ഇത് ക്ലോസ് ചെയ്യുന്ന ഇതിൻ്റെ ഈ പാർട്ടൊക്കെ വളരെ ഫ്ലിംസിയാണ്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ ഇവിടെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഈ പോർട്ടാണെങ്കിലും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പൊട്ടിപ്പോകാവുന്നൊരു സാധനമാണ് ഇതൊക്കെ. അതേപോലെ ഫ്രണ്ടിലെ പാർട്ട് ആക്ച്വലി ഇത് തുറക്കാൻ പറ്റുന്നൊരു പാർട്ടാണിത്. പക്ഷേ ഇത് തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം തന്നെ അടച്ചപ്പോഴേ തന്നെ ഈ ഒരു പാർട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ലോക്ക് ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ടാണ് ഇത് തുറക്കുന്നത്. ഇത് തുറന്ന് ഇതേപോലെ അടയ്ക്കാൻ ട്രൈ ചെയ്ത് ഈ ലോക്കിൽ വന്നപ്പോഴേക്കും ഇത് പെട്ടെന്ന് പൊട്ടിപ്പോയി ഈ പാർട്ട്. ബാക്കി ഫൈബർ പാർട്ടിൻ്റെ കാര്യങ്ങൾ അതെ, ആക്ച്വലി ഈ ഒരു പാർട്സ് ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല, ഇതൊക്കെ വലിയ മോശമില്ല. പക്ഷേ ഇവിടെ
ഈ പാട്ടൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. കുറച്ച് ഫ്ലെക്സിബിളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈബർ പാർട്ട് അത്ര ഗംഭീരമല്ലെന്നാണ് ആനന്ദ് പറയുന്നത് അല്ലേ? അപ്പം മറ്റ് മെറ്റൽ പാർട്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? മെറ്റൽ പാർട്സ് എല്ലാം നല്ല ക്വാളിറ്റിയിലാണ്. ഇപ്പോൾ നമ്മൾ ഈ ലിവേഴ്സ് നോക്കുകയാണെങ്കിലും പിന്നെ അതേപോലെ ഈ ഫുഡ് പെഗ്സ് നോക്കുകയാണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ്. പിന്നെ ഈ പാർട്സ് എല്ലാം വളരെ നല്ല ക്വാളിറ്റിയാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. മറ്റ് ഇതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് പറയാമോ? ആക്ച്വലി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഒന്നുകൂടി ഇമ്പ്രൂവ് ആകാനുണ്ട്. പിന്നെ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇമ്പ്രൂവ് ആകാനുണ്ട്. ഇതിലെ നാവിഗേഷൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ ഇതിലിപ്പോഴും പല മെനുസും അപ്ഡേറ്റ് ആയിട്ടില്ല. ആക്ച്വലി നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ നോക്കിയാലും ഇതൊന്നും അവൈലബിൾ സോൺ എന്ന് പറഞ്ഞ ഓപ്ഷനെ കാണിക്കുന്നുള്ളൂ. അതായത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ മുമ്പേ ചാർജിങ് അതിൻ്റെ എന്തോ ഒരു ഇഷ്യൂ പറഞ്ഞിരുന്നല്ലോ, ചാർജറിൻ്റെ? അതെ, ആക്ച്വലി ഫോം ചാർജിലാണ് ഇഷ്യൂ വന്നത്. ആക്ച്വലി ഫസ്റ്റ് ടൈം എനിക്കൊരു ചാർജർ തന്നിട്ടാണ് ഡെലിവറി ഒപ്പം. അതൊരു 20 days കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു റീകോൾ ചെയ്യാണെന്ന് പറഞ്ഞ് പുതിയൊരു ചാർജർ വന്നു. അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ചാർജിങ്ങിലായിട്ട് ഫസ്റ്റ് ടൈം ഒരു 83 ആയപ്പം ചാർജിങ് സ്റ്റോപ്പായി. നെക്സ്റ്റ് ടൈം ഒരു 95 എത്തിയപ്പോൾ സ്റ്റോപ്പായി. പക്ഷേ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് വീണ്ടും ചാർജ് ആവുന്നുണ്ട്. അതായത് വെഹിക്കിൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 2 പ്രാവശ്യം ലാസ്റ്റ് 2 ചാർജിങ്ങിലും ഫസ്റ്റ് ടൈം 83, സെക്കൻഡ് ടൈം 95 സ്റ്റോപ്പായി. വേറെ ഒരു 2 പ്രാവശ്യം വണ്ടി സ്റ്റാർട്ടാവാതെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും വണ്ടി റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടായി, വേറെ ഇഷ്യൂസ് ഒന്നും വന്നില്ല. ഇതിൻ്റെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത സമയത്ത് എന്തോ ഇഷ്യൂസ് വന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെന്താണ്? ആക്ച്വലി വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ബൂട്ടിലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. നമ്മളിപ്പം തുറക്കാനാണെങ്കിലും നമുക്ക് വൺ ഹാൻഡിൽ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തുറന്നു കഴിഞ്ഞാലും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് ആക്ച്വലി സ്പ്ലിറ്റ് സീറ്റാണ്. ഇവിടെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് ഇതിൽ. പിന്നെ അതേപോലെ നമ്മൾ ക്ലോസ് ചെയ്താലും ഇവിടെയൊക്കെ വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പല സ്ഥലത്തും വെള്ളം കയറുന്നുണ്ട്, ഇതിലെല്ലാം വെള്ളം കയറുന്നുണ്ട്. അതുപോലെ നോർമൽ വാഷിൽ തന്നെ ഈ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ അങ്ങോട്ട് വെള്ളം ഇല്ല, ഇവിടേക്ക് കുഴപ്പമില്ല. ഈ ഏരിയയിൽ വെള്ളം കയറുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നനയാൻ ചാൻസ് ഉണ്ട്, മഴ പെയ്യാണെങ്കിലും. ആക്ച്വലി ഇതാണ് ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഈ ഒരു പാർട്ട് കുറച്ച് മോശമാണ്, ഈ ഒരു ഫൈബർ പാർട്ട്. ഇത് വളരെ ഫ്ലെക്സിബിളാണ്. പിന്നെ നമ്മളിത് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു എന്നുവെച്ചാൽ സ്മൂത്ത് ഓപ്പറേഷൻ അല്ല ഇത്. പിന്നെ ഇതാണ് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. 2 ബാറ്ററീസാണ് വരുന്നത്. ഇത് എടുക്കാനും തിരിച്ചു വെക്കാനും വലിയ ബുദ്ധിമുട്ടില്ല, ഈസിയാണത്. വെയിറ്റ് എന്ന് വെച്ചാൽ ഒരാൾക്ക് എടുക്കാവുന്ന വെയിറ്റേ ഉള്ളൂ. രണ്ടും വേണമെങ്കിൽ 2 കയ്യിൽ പിടിച്ച് കൊണ്ടാവുന്ന അത്ര ഒരു വെയിറ്റ് വരുന്നുള്ളൂ ഇത്. അതേപോലെ ഈ കമ്പാർട്ട്മെൻറ്റ് ഇതാണ് പറയുന്നത്. ഇത് പാർട്സ് അത്ര എന്നുവെച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഓക്കെ, വലിയൊരു യൂസ് ഇല്ലാത്തൊരു പാർട്ടാണിത്. പക്ഷേ ഈ ഒരു ലോക്ക് അത്ര ഒരു ഈസി ഓപ്പറേഷൻ അല്ല. ഇത് നമ്മൾ അടയ്ക്കുക തുറക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ഒരു ഈസിയർ ഓപ്പറേഷൻ അല്ല ഇത്. നമ്മൾ അടയ്ക്കുകയാണെങ്കിലും നമ്മളിത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ അടയ്ക്കണം. പക്ഷേ ഇത് ഇവിടെ എത്തുമ്പോൾ പകുതി വഴിക്ക് നിൽക്കും. പിന്നെ നമ്മൾ പല സ്ഥലത്ത് പ്രസ് ചെയ്തിട്ട് ഒക്കെ അടയ്ക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ ഇപ്പോൾ കാണില്ലേ, ഇപ്പോഴാണ് ഇത് ലോക്കായത്. ഇത്രയും സമയം നമ്മൾ ഇത് അൺലോക്ക് ചെയ്യാൻ തന്നെ എടുക്കും. പിന്നെ സീറ്റ് അടയ്ക്കാനാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇത് ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിന് ശേഷം ഇവിടെ കുറച്ചൊരു കൺവീനിയൻ്റ് അല്ലാത്തൊരു മെത്തേഡാണിത്. ഇവിടെ ഇട്ടിട്ട് കറക്റ്റ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പ്രസ് ചെയ്തില്ലെങ്കിൽ ഇത് ലോക്കാവില്ല. നമ്മൾ കുറച്ചൊന്ന് ഇതിൻ്റെ ലോക്ക് വരുന്ന ഈ പോർഷനായിട്ടാണ്. കറക്റ്റ് ആ പോർഷനിൽ പ്രസ് ചെയ്തില്ലെങ്കിൽ ഇത് ലോക്കാവില്ല. ഇതാണ് വണ്ടിയുടെ കീ. ഇതിൽ നമുക്ക് വണ്ടിയുടെ അലാം, വണ്ടിയുടെ BP വയ്ക്കാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ലൈറ്റ് ഫോളോ മീ എന്ന ഓപ്ഷനിലെ അത് വരുന്നുണ്ട്. ലൈറ്റ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഇതെല്ലാം അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ സർവീസ് ഓൾറെഡി കഴിഞ്ഞതെന്നാണല്ലോ? അതെ, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാണ്. ഓക്കെ, സർവീസ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി സർവീസ് ബാംഗ്ലൂരിൽ ആകെ ഒരു സർവീസ് സെൻ്റർ ഉള്ളൂ. അതും കുറച്ച് ദൂരെയാണ്, ഇവിടുന്ന് ഒരു 14 kilometers പോകാനുണ്ട്. അതുകൊണ്ട് അന്ന് ഞാൻ പിക്ക് ആൻഡ് ഡ്രോപ്പ് എന്ന ഓപ്ഷൻ എടുത്തത്. അവർ വന്ന് പിക്ക് ചെയ്തു, സർവീസ് ചെയ്ത് തിരിച്ചു കൊണ്ട് തന്നു. ഒരു പ്രാവശ്യം കൂടി സർവീസ് സെൻറ്റർ പോകുന്നുണ്ട്. കുറച്ച് ഈ ഒരു ഇഷ്യൂസ്, പിന്നെ ചാർജറിൻ്റെ ഇഷ്യൂ, പിന്നെ പാർട്ട് പൊട്ടിയത്, ഇതെല്ലാം ഒന്ന് കാണിക്കാനുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഈ വീക്കൊന്ന് പോകും. പിന്നെ ഒരു ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു.
അതും അവർ OTA അപ്ഡേറ്റ് ആയിട്ട് തന്നിട്ടില്ല. അത് നേരിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടില്ല. അവർ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാനാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു വണ്ടി എടുത്തത് അബദ്ധമായി എന്ന് തോന്നുന്നുണ്ടോ, അതോ സാറ്റിസ്ഫൈഡ് ആണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേറ്റിംഗ്? ഔട്ട് ഓഫ് 10 ഇപ്പോൾ നമ്മൾ റൈഡിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ ഒരു ഇഷ്യൂസ് ഇല്ല. ചാർജിങ്, റേഞ്ച് എല്ലാം ഓക്കെയാണ്. പവർ എല്ലാം നമുക്ക് സാറ്റിസ്ഫാക്ടറി ആണ്, ഒരു ഇഷ്യൂസ് ഇല്ല. പക്ഷേ ഇതേപോലെ ചെറിയ ചെറിയ ഇഷ്യൂസ്, പാർട്ടിൻ്റെ ഇഷ്യൂ, ഫൈബർ പാർട്സിൻ്റെ ഇഷ്യൂ, പിന്നെ ഇപ്പോൾ ചാർജറിന് വന്ന പ്രോബ്ലംസ്, അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ നമ്മളെ ഈ സ്ക്രീൻ അത്രത്തോളം നമ്മൾ ഏത്തർ അല്ലെങ്കിൽ ഓലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. പിന്നെ ഇതിൽ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് ഈ റിമൂവബിൾ ബാറ്ററിയാണ്. നമ്മളിപ്പം ഇവിടെ തന്നെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ അത്ര ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ കണ്ടിരുന്നു, ഓരോ ഓല വണ്ടി ലിഫ്റ്റിൽ കൊണ്ടുപോകുന്നൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ചാർജിങ് എല്ലാം സെറ്റപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഈസിയാണ് നമുക്ക് റിമൂവ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ആ ഫെസിലിറ്റി എല്ലാം വളരെ നല്ലതാണ്. അതുപോലെ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും സ്വാപ്പിംഗ് സ്റ്റേഷൻസോ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും. നമുക്ക് എവിടെയും പോയിട്ട് ബാറ്ററി സ്വാപ്പ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഓടിച്ചു പോകാനുള്ള ഓപ്ഷൻ കിട്ടുമായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഔട്ട് ഓഫ് 10 എത്ര റേറ്റിംഗ്? ഞാൻ പറഞ്ഞ ഒരു 7 ഓക്കെയാണ്. ഔട്ട് ഓഫ് 10 7. ഓക്കെ, അപ്പം ഇത്രയും നേരം വിഡ V1 പ്രോയുടെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് പങ്കുവച്ച ആനന്ദിന് ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. യാ